ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കെട്ടുമുറുക്കൊക്കെ കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് രാവിലെ വീടും മുറ്റമൊക്കെ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് കൂട്ടായിരുന്നു. അവിടെ ഇവിടെ വണ്ടികളും കസേരകളും അല്ലറ ചില്ലറ ചപ്പുകളും ഒക്കെ ആയിട്ട് വീടും പരിസരമൊക്കെ ആകെ വൃത്തികേടായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ നേരെ പോയി കുളിച്ചിട്ട് വന്നിട്ട് വീടൊക്കെ അടിച്ചു വാരി വിളക്ക് കത്തിക്കാനായിട്ട് എല്ലാം തുടങ്ങി. പിന്നെ അടിച്ചു വാരി കഴിഞ്ഞിട്ട് തുടച്ചിട്ടും ഉണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ തേച്ചുകൊണ്ട് വന്ന് വിളക്ക് കത്തിക്കാനായിട്ട് നിലവിളക്കും വെളിയിലത്തെ ചട്ടിവിളക്കും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സ്വാമിമാർ തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രാവിലെ വെളുപ്പിനെ തന്നെ ദർശനം കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ നേരത്തെ തന്നെ തിരിച്ചും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പനാണ് ശബരിമലയിലും പോയി കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ പടിയിലും വിളക്ക് കത്തിച്ച് വീടിനകത്തൊക്കെ വിളക്ക് കത്തിച്ച് എന്നിട്ട് നേരെ ഞാൻ പോയത് എൻ്റെ അമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ കുഞ്ഞുങ്ങളും ചൈത്ര ചേച്ചി ഞങ്ങൾ ഇത്രയും പേരുമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ അവർക്കുള്ള കാപ്പി ഉണ്ടാക്കാനായിട്ട് നേരെ പോയി. ആരും ഉണർന്നിട്ടുണ്ടായിരുന്നില്ല, ഞാൻ മാത്രമായിരുന്നു ഉണർന്നത്. അപ്പോൾ നമ്മുടെ സ്വാമിമാരൊക്കെ ഇത്രയും ദിവസം നോയമ്പായിരുന്നത് കൊണ്ട് അവർ തിരിച്ചു വരുമ്പോഴത്തേക്കിനും അവർക്ക് ഇച്ചിരി സ്പെഷ്യലായിട്ട് ബീഫും ചിക്കനും ചീനിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്മയും കലമ്മയും കൂടെ ബീഫിനുള്ള കൊച്ചുള്ളി എല്ലാം പൊളിച്ച് തന്നിട്ട് പിന്നെ ചീനിയൊക്കെ നന്നാക്കി കൊടുത്തു. അപ്പോഴത്തേക്കിനും ചൈത്രേച്ചി എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ബാക്കി ചീനിയുടെ കാര്യങ്ങളെല്ലാം ചെയ്ത്. ഞാനന്ന് അവിടെ നിന്ന് പുട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പുട്ടും പഴമൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞാവ കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അവളന്ന് ടി വി കണ്ടുകൊണ്ടാണ് കാപ്പിയൊക്കെ കുടിച്ചത്. കുഞ്ഞാവ ആരത്തിയും കൂടി ഇരുന്നാണ് കാപ്പി കുടിച്ചത്. നമ്മുടെ സാമാരൊക്കെ രാവിലെ തന്നെ അവിടെ നിന്ന് തിരിച്ചതുകൊണ്ട് വീടിനടുത്ത് എത്താറാകുമ്പോഴത്തേക്കിനും വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു പന്തളൊക്കെ ആയപ്പോഴത്തേക്കിനും നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും ഞാൻ പാചകമൊക്കെ നിർത്തിയിട്ട് ഓടിപ്പോയി കുളിച്ചിട്ട് വന്ന് പോളപ്പന്തലിൻ്റെ അകത്ത് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കിനും വിളക്കെല്ലാം കത്തിച്ചെല്ലാം റെഡിയായി നിന്നപ്പോഴത്തേക്കിനും അവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അയ്യപ്പ ആന്നെ ഇത്ര ജനിച്ച് ഈ നാളുകൾക്കിടയിൽ എൻ്റെ അടുത്തു നിന്ന് മാറിയിരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അയാൾ പോയതും ബഹളമായിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോൾ എല്ലാം അയാൾ കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ എന്നെ തിരക്കുകയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അയാളെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അയാളാണേലും അയാൾ വന്നു കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുക്കലോട്ട് അടുത്തതും ഇല്ലായിരുന്നു. അയാൾ അവരുടെ അച്ഛൻ്റെ കീഴിൽ തന്നെ ആയിരുന്നു. കുഞ്ഞുങ്ങളെല്ലാവരും തിരിച്ച് വന്നത് ഉറങ്ങിയും മൂശാട്ടയൊക്കെ ആയിട്ടായിരുന്നു. അതിൽ അമ്പാടിക്കണ്ണനാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. അയാളാണെങ്കിൽ ഞാൻ എടുത്തപ്പോഴും ഒന്നും ആരാ എടുത്തതെന്നും ഒന്നും അറിയാതെ അയാൾ പിന്നെയും തോളയിൽ കിടന്നുകൊണ്ട് ഉറങ്ങുമായിരുന്നു. അപ്പോൾ തമ്പുരും എല്ലാവരും ഓരോരുത്തരുടെ മടിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു. എല്ലാവരെയും വിളിച്ച് ഇറക്കിയപ്പോഴത്തേക്കിനും എല്ലാവർക്കും ഭയങ്കര ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർക്ക് നേരെ ആഹാരമൊക്കെ കൊടുത്ത് എൻ്റെ അച്ഛനും പിന്നെ അച്ഛൻ്റെ കൂട്ടുകാരനോട് ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ബീഫ് കറിയും ചോറും ചീനിയും ചിക്കൻ വറുത്തതും പിന്നെ മോരും തോരനും ഒക്കെ നമ്മൾ സാമാർക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അയ്യപ്പായാണെങ്കിൽ മൂശാട്ടയൊക്കെ മാറി കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ കളിക്കുകയായിരുന്നു. വാങ്ങിച്ചുകൊണ്ട് വന്ന കളിപ്പാട്ടങ്ങൾ കൊണ്ട് കളിക്കുകയൊക്കെ ആയിരുന്നു. പിന്നെ എനിക്കുള്ള ജോലി എന്ന് വെച്ചാൽ കുറേ തുണികൾ നനയ്ക്കേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയും കൂടെ അതങ്ങ് നനച്ചിട്ടിട്ട് മുറ്റമെല്ലാം പോളപ്പന്തലെല്ലാം അവർ ഇളക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എല്ലാം വൃത്തിയാക്കി മുറ്റമെല്ലാം അടിച്ചു വാരി നന്നാക്കി. അപ്പോഴത്തേക്കിനും പിന്നെ തമ്പുരും അമ്പാടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് കളിപ്പാട്ടങ്ങളിട്ട് അവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ചൈത്രേച്ചി പോകാനും എല്ലാം തയ്യാറെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചിയും കുഞ്ഞും അന്ന് വൈകിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അമ്പാടിക്കണ്ണനാണെങ്കിൽ ഉറക്കച്ചടവിൽ നിന്ന് എഴുന്നേറ്റ് കുളിച്ച് ചോറൊക്കെ കഴിച്ച് ആ ഒരു ഉറക്കച്ചടവോടു കൂടിയാണ് പോയത്. പിന്നെ അവർ അവിടെ പിള്ളേർ സെറ്റിനോടെല്ലാം യാത്രയൊക്കെ പറയാം. നമ്മുടെ അയ്യപ്പനാണെങ്കിൽ അവർ രണ്ടുപേരും പോയതിന് ഭയങ്കര കരച്ചിലായിരുന്നു. എങ്ങനെയൊക്കെയോ സമാധാനിപ്പിച്ച് നമുക്കിപ്പോൾ പോകാം, നമ്മൾ അമ്പാടിക്കണ്ണൻ്റെ അടുക്കൽ പോകുമെന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിച്ച് കൊണ്ടുവന്ന്. അപ്പോഴത്തേക്കിനും അയാൾ കുഞ്ഞമ്മമാരും കൂടെ ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതിരുന്നു. പിന്നെ ഞാൻ നേരെ പോയി മേലൊക്കെ കഴുകിയിട്ട് വിളക്ക് കത്തിക്കാനായിട്ടെല്ലാം ഒരുക്കി. പിന്നെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയൊക്കെ പോകാനായിട്ടൊക്കെ റെഡി ആകുമായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടുപോകാൻ വീട്ടിലാണെങ്കിൽ അമ്മൂമ്മയും ചേച്ചിയും ഒക്കെ ഉള്ളായിരുന്നു. അപ്പോൾ അവർക്ക് ഇച്ചിരി ചോറും കറികളും ഒക്കെ പാത്രത്തിലാക്കി പകർന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനും എല്ലാം പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞാൻ നേരെ വന്നത് എനിക്ക് ഇച്ചിരി ബാക്കി ജോലികളൊക്കെ ഉണ്ടായിരുന്നു. നേരെ അതെല്ലാം ഒതുക്കി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. ഓക്കെ, ബൈ.